ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ ജോസഫ് കലറങ്ങാട്ട് പിതാവ്, ഇപ്പോൾ സ്വാഗതം പറയുന്നതായുള്ള മോൺസിഞ്ഞർ സെബാസ്റ്റ്യൻ വേന്താനത്ത്, ഇന്ന് കൃതജ്ഞത അറിയിക്കുന്നതായുള്ള ഫാദർ ജോസഫ് അരിമറ്റത്ത്, അധ്യക്ഷവേദിയിൽ ഉപേക്ഷിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പാലാരൂപതയുടെ 43ാമത് ബൈബിൾ കൺവെൻഷൻ്റെ അവസാന ദിവസത്തിലേക്ക് നാം എല്ലാം കടന്നു വന്നിരിക്കുന്നതായുള്ള അവസരം കൂടിയാണല്ലോ ഇത്. ഈ കൺവെൻഷനിൽ വന്ന് സംബന്ധിക്കുവാൻ്റെ കോണം അഭിവന്യ പിതാവ് എന്നെ ക്ഷണിച്ചതായുള്ള അവസരത്തിൽ ഞാൻ വന്ന് പങ്കെടുത്തു കൊള്ളാം എന്നത് സമ്മതിക്കുകയും അപ്രകാരം ഇന്ന് ഈ ബൈബിൾ കൺവെൻഷൻ നിങ്ങളോട് ഒന്നിച്ച് സമയം ചെലവിടാം എന്നുള്ള ആഗ്രഹത്തിൽ എത്തിച്ചേരുകയുമാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ മോൺസിഞ്ഞർ സെബാസ്റ്റ്യൻ വേന്താനത്തെ പറഞ്ഞതായുള്ള എല്ലാ നല്ല വാക്കുകൾക്കും സ്വാഗതത്തിനും എൻ്റെ പ്രത്യേകമായുള്ള നന്ദി ഞാൻ ഈ അവസരം അറിയിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്ന ഈ അവസരത്തിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പേരിലുള്ള എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ ഈ അവസരം പിതാവിനെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പട്ടക്കാരെയും സന്യസ്തരെയും എല്ലാം ജനങ്ങളെയും എല്ലാം സഹോദര സഹോദരികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ എല്ലാം ഞാൻ ഈ അവസരം അറിയിക്കുന്നു. നമ്മളൊരു കൺവെൻഷൻ്റെ അവസാനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാകുന്നുവല്ലോ. അതുകൊണ്ട് നമ്മളുടെ ചിന്തയിലിരിക്കുവാൻ്റെ കോണം നമുക്ക് പരിചയമുള്ളതായിട്ടൊരു വേദഭാഗം ഞാൻ ആദ്യം വായിക്കട്ടെ. വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയതായിട്ടുള്ള ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. റോമ 12:1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. സഹോദരരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സെ പുതുക്കി രൂപാന്തരപ്പെടുവിൻ. പാലാരൂപതയുടെ 43ാമത് ബൈബിൾ കൺവെൻഷൻ്റെ സമാപന ദിവസത്തിലേക്ക് നാം എല്ലാം ചേർന്ന് വന്നിരിക്കുമ്പോൾ ഈ അവസരത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നതായുള്ള ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഈ ദിവസങ്ങളിലൂടെ നമുക്ക് ലഭിച്ചതായുള്ള വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സമർപ്പണത്തിലേക്കും രൂപാന്തരത്തിലേക്കും നയിക്കേണ്ടതായുള്ള ആവശ്യകതയുണ്ട് എന്ന് പറയുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. റോമർക്ക് എഴുതിയതായുള്ള ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസ് വളരെ ഗഹനമായ ദൈവശാസ്ത്ര വിഷയങ്ങളിൽ നിന്നും ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗികതയിലേക്ക് തിരിയുന്നു എന്നതത്രേ 12-ാം അധ്യായത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 11 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും പാപം, കൃപ, നീതീകരണം, അനുരഞ്ജനം, ക്രിസ്തുവിൽ സാധ്യമാകുന്ന പുതുജീവിതം എന്നിവയെക്കുറിച്ചുമെല്ലാം അപ്പോസ്തലനായ പൗലോസ് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ 12-ാം അധ്യായം ഒരു പുതിയ വിഷയം പഠിപ്പിക്കുകയല്ല. ഇതുവരെ താൻ പഠിപ്പിച്ചതായിട്ടുള്ള നൽകിയതായിട്ടുള്ള എല്ലാ ദർശനങ്ങളും എങ്ങനെ മനുഷ്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കാം എന്നത് പറയുന്നതിനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ദിനങ്ങളിലൂടെ എല്ലാം ദൈവദിനം ശ്രവിച്ചതായിട്ടുള്ള നമ്മെ ഓരോരുത്തരെയും ഈ വാക്യത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് വെല്ലുവിളിക്കുകയാണ്. നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനായിട്ട് ഇവിടെ ശ്രമിക്കുകയും ചെയ്യുന്നു. വാട്ട് മസ്റ്റ് വി ഡു നൗ having heard the word of God. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ആദ്യം പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത്
ജീവിതം ഒരു സമർപ്പണമായിട്ട് തീരണം എന്നതാണ്. ജീവിതം ഒരു സമർപ്പണമായിട്ട് തീരണം. ക്രിസ്മസിൻ്റേതായുള്ള കാലയളവിൽ നാം എത്തിച്ചേർന്നിരിക്കുന്ന ദിനങ്ങളാണിത്. ഐസക് വാട്ട്സ് എഴുതിയതായിട്ടുള്ള ജോയ് ടു ദ വേൾഡ് എന്നുള്ളതായിട്ടുള്ള ഗീതം ഇന്നും വളരെ മനോഹരമായി ഇമ്പകരമായി പാടുവാൻ്റെ കോണം നമുക്കിടയായി തീരുന്നതായിട്ടുള്ള ഒന്നാണ്. അതിനകത്ത് പറയുന്നുണ്ട്, ദ ലോർഡ് ഈസ് കം, ലെറ്റ് എവറി ഹാർട്ട് പ്രിപ്പയർ ഹിം റൂം. ദ ലോർഡ് ഈസ് കം, ലെറ്റ് എവറി ഹാർട്ട് പ്രിപ്പയർ ഹിം റൂം. നമ്മളുടെ ഓരോരുത്തരെയും കൊച്ചു ജീവിതത്തിലേക്ക് താണിറങ്ങി വന്നതായുള്ള കർത്താവായ യേശു ക്രിസ്തു പ്രവേശിക്കുവാൻ കോണം ഇടം നൽകുന്നതായിട്ടുള്ള ഒരു ചലഞ്ചാണ് ഇവിടെ നൽകുന്നത്. എങ്ങനെയാണ് നമ്മളുടെ ഈ ജീവിതത്തിൽ ദൈവത്തിനൊരു സ്ഥാനം നൽകുവാനായിട്ടിടയാവുന്നത്? ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ചുകൊണ്ടാണ് ഇതെല്ലാം പ്രബോധനമായിട്ട് നൽകുവാൻ്റെ കോണം ഇവിടെ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് ദൈവത്തിന് ഒരിടം നമ്മളുടെ ജീവിതത്തിൽ നൽകുവാനായിട്ട് സാധിക്കുമോ? ഈ ദിവസത്തെ വചന കേൾവിയെല്ലാം എൻ്റെ വിചാരം ദൈവം നമ്മോട് സംസാരിക്കുകയായിരുന്നു. ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അതിനോട് ഉത്തരം പറയുന്നതായുള്ള വ്യക്തികളായിട്ട് തീരുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരുമോ? കന്യകമറിയാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചതായിട്ടുള്ള അവസരത്തിൽ കൃപ ലഭിച്ചവളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതായിട്ടുള്ള അവസരമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ദൈവം മറിയത്തോട് പറയുന്നത്, എനിക്ക് നിൻ്റെ ജീവിതം തന്നെ ആവശ്യമുണ്ട്. ഞാൻ സൃഷ്ടിച്ചതായുള്ള സകലത്തെ വീണ്ടെടുക്കുവാൻ്റെ കോണം സ്വർഗം ചായച്ച് ഇറങ്ങി വരുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വരുന്ന അവസരത്തിൽ മനുഷ്യനായിട്ട് തീരേണ്ടത് മനുഷ്യ ജീവിതത്തിലൂടെ തന്നെയാണ്. മനുഷ്യ ജീവിതം എന്താണ് എന്നതും മാനവികത എങ്ങനെയാണ് ജീവിതത്തിൽ പുലർത്തുവാനായിട്ട് കഴിയുന്നതെന്നുമെല്ലാം നമ്മെ പഠിപ്പിക്കുന്നതായുള്ള അവസരമാണ് ക്രിസ്മസിൻ്റേതായുള്ള ഈ ദിനങ്ങൾ. എന്നെ കേൾക്കുന്നതായുള്ള പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ ദിവസങ്ങളിലെ വചന കേൾവി നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതായിട്ടുള്ള അവസരമാകണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായിട്ട് അർപ്പിപ്പിൻ. അർപ്പിക്കുക എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടെ ബോധപൂർവമായുള്ളൊരു തീരുമാനം ഉണ്ടാകണം എന്നതാണ്. ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുവാൻ്റെ കൊണ്ടിടയായിട്ട് തീരുമ്പോൾ പിന്നെ അതിനകത്ത് പുറകോട്ട് പോകുന്നതായുള്ള പ്രശ്നമില്ല. ദൈവ ഇഷ്ടമാണ് ജീവിതത്തിൽ നിറവേറേണ്ടത് എന്നത് മനസ്സിലാക്കി സമ്പൂർണ്ണമായിട്ട് ജീവിതത്തെ സമർപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്ന അവസരമാണ്. അവിചാരിതമായ ആകസ്മികമായ ഉണ്ടാകുന്നതായുള്ള ഒന്നായിട്ടല്ല നാം ഈ ദൈവത്തിൻ്റെ വിളിയെ കേൾക്കേണ്ടത്. പാരമ്പര്യം കൊണ്ട് അത് സാധിക്കുന്നതുമായുള്ള കാര്യമല്ല. വ്യക്തിപരമായി നാം ഓരോരുത്തരും ദൈവം നമ്മെ വിളിക്കുന്നു എന്നുള്ള ബോധ്യം നിറഞ്ഞവരായിട്ട് തീരേണ്ടതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുന്ന അവസരത്തിൽ കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലേക്കും യെരുശലേം ദേവാലയത്തിലേക്കൊക്കെ പോകുന്നതായിട്ടുള്ള സംഭവത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. ആ വിവരണത്തിൽ കർത്താവ് ദേവാലയത്തിലേക്ക് നടന്നു നീങ്ങുന്നതിന് പകരമായി ദേവാലയത്തിന് സമീപമുള്ള ഒരു കുളക്കരയിലേക്ക് പോവുകയാണ്. ആ കുളക്കരയിൽ കിടക്കുന്നതായിട്ടുള്ള അനേക വർഷങ്ങളായി അവിടെ കിടക്കുന്നതായിട്ടുള്ള മനുഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇന്ന് ദൈവം തമ്പുരാൻ നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചോദ്യവും അത് തന്നെയാണ്. എനിക്ക് നിന്നെക്കുറിച്ച്, നിൻ്റെ ജീവിതത്തെക്കുറിച്ച്, നിൻ്റെ സമൂഹത്തെക്കുറിച്ച്, ഈ കാലഘട്ടത്തെക്കുറിച്ച് എൻ്റെ വിചാരം നിൻ്റെ മനസ്സിലൂടെ, നിൻ്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുവാൻ്റെ കോണം സമ്പൂർണ്ണമായിട്ട് നിന്നെ സമർപ്പിക്കുന്നതിനായിട്ട് കഴിയുമോ എന്നുള്ളതായിട്ടുള്ള ചോദ്യമാണ്.
ആ സമ്പൂർണ്ണമായുള്ള സമർപ്പണമാണ് ഈ വചന കേൾവിയിലൂടെ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ശരീരങ്ങൾ എന്നത് സമർപ്പണത്തിൻ്റെ സമഗ്രതയെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതായുള്ള മണവാളനും മണവാട്ടിയും അവരുടെ സമ്മതം നൽകുന്നതായുള്ള അവസരത്തിൽ ഒരു രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നതായുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. അവരുടെ ശരീരവും മനസ്സും ജീവിതം മുഴുവനായിട്ടും സമഗ്രമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഇനി ഞാൻ നിൻ്റേതും നീ എൻ്റേതുമാണ് എന്ന് പറയുന്നതായുള്ള ആ ഒരു വലിയ ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ മനുഷ്യർ ആഗ്രഹിക്കുന്നതായുള്ളൊരു മുഹൂർത്തമാണ്. അപ്രകാരമുള്ള ഒരു സമർപ്പണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാവേണ്ടത് നമ്മളുടെ ജീവിത സഖി എന്ന് പറയുന്നത്, ഇവിടെ മാതാപിതാക്കളുണ്ടല്ലോ, ദാമ്പത്യ ജീവിതം നയിക്കുന്നതായുള്ള ധാരാളം ആളുകളുണ്ട്. നമ്മളുടെ ജീവിതത്തിൻ്റെ സഖി എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, ഒരു ഓബ്ജക്റ്റല്ല. നമ്മളുടെ ജീവിതത്തിൻ്റെ സഖി നമ്മളുടെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്ന പെരുമാറ്റങ്ങളും മനോഭാവമാണ് നമ്മളുടെ ജീവിതത്തിൽ പുലർത്തുവാൻ നമുക്ക് ഇടയായിട്ട് തീരേണ്ടത്. നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതാണ്, യാതൊരു കലവറയും കൂടാതെ സമ്പൂർണ്ണമായിട്ട് നൽകുവാനായിട്ട് മനസ്സ് വയ്ക്കുന്നതായിട്ടുള്ള ഒരു ഉഭയ സമൂഹത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മനുഷ്യ ജീവിതത്തിൽ സാധ്യമായിട്ട് തീരുന്നുവെങ്കിൽ എത്രയോ ഔന്നത്യം പുലർത്തുന്നതായുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ അടിയനിതാ ഞാൻ അങ്ങയുടേതാണ്, അങ്ങ് എൻ്റേതാണ് എന്ന് പറയുന്നതാളുടെ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കും സാധ്യമായിട്ട് തീരേണ്ടതല്ലയോ? ദേഹം, ദേഹി, ആത്മാവ് കൂട്ടായിട്ടുള്ള അർപ്പണമാണ് ദൈവം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നത് ഈ ദിനങ്ങളിലെ വചന കേൾവിയിലൂടെ എല്ലാം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനെയൊക്കെ ഉണർത്തുവാൻ തക്കവണ്ണമുള്ള ദൈവവചന കേൾവിയാണ് ദിവസങ്ങൾ ഇവിടെ ലഭിച്ചതെന്നും ഇന്ന് ഈ സമാപനത്തിൽ ലഭ്യമായി തീരുവാൻ പോകുന്നത് എന്നതും ഞാൻ വിചാരിക്കുന്നു. അപ്രകാരം ദൈവം നമ്മെ ആകമാനം ഒന്ന് ഇളക്കി, ഒന്ന് കുലുക്കി ജീവിതത്തെ മുഴുവനായി ദൈവസന്നിധിയിൽ നിർത്തുന്നതായിട്ടുള്ള അവസരത്തിൽ നമുക്കുണ്ടാവേണ്ടതായിട്ടുള്ള വിചാരം ഞാൻ ദൈവത്തിൻ്റേതാണ് എന്നുള്ളതായിട്ടുള്ള ബോധ്യമാണ്. യാതൊരു സംശയമുണ്ട്, അതിനപ്പുറത്തായിട്ട് വേറൊന്നുമില്ല. ഞാൻ ദൈവത്തിൻ്റേതാണ്. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. സൃഷ്ടാവായുള്ള ദൈവത്തിന് എന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ നിറവേറുക എന്നതത്രേ ഞാൻ ആഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത്, എന്നിൽ നിന്ന് ആഗ്രഹിക്കുവാനായിട്ട് ഇടയായിട്ട് തീരേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നതായിട്ടുള്ള അവസരമാണ്. ഗ്രീക്ക് ചിന്തയിൽ ഈ ലേഖനമൊക്കെ എഴുതുന്നതായിട്ടുള്ള അവസരത്തിൽ അന്നുണ്ടായിരുന്നതായുള്ളൊരു സമൂഹം യവനായ ഭാഷ സംസാരിക്കുന്നതായിട്ട് ആളുകളായിരുന്നു. ആ സംസ്കാരത്തിൻ്റെ ഉടമകളായിരുന്നു. ആ സംസ്കാരത്തെ സംബന്ധിച്ചോളം ശരീരം എന്ന് പറയുന്നത് ഒരു താഴ്ന്ന നിലയിലാണ് കാണാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ശരീരം വെടിയുക എന്നൊക്കെ പറയുന്നതായിട്ടുള്ള രീതിയിൽ ശരീരം നമ്മെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ഒരു ബോഡി മാത്രമാണ് എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള അവസരം. അവിടെയെല്ലാം പറയാനായിട്ട് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ ശ്രമിക്കുന്നതായിട്ടുള്ള വസ്തുത, നിൻ്റെ ശരീരം ദൈവം വസിക്കുന്നതായിട്ടുള്ള ആലയമാണ് എന്നതാണ്. നിൻ്റെ ശരീരം ദൈവം വസിക്കുന്നതായുള്ള ആലയമാണ് എന്നതാണ്. സാന്റ ഹാർമണി എന്ന് പറയുന്നതായുള്ളൊരു പ്രോഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഞാൻ പാർക്കുന്നതായുള്ള തിരുവല്ലയിൽ സംബന്ധിക്കുന്നതിനിടയായിട്ട് തീർന്നു. സാന്റ ഹാർമണിയിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള എല്ലാവരും തന്നെ ആ നഗരത്തിലുള്ള ആളുകളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്, നമുക്ക് ലഹരി വിമുക്ത തിരുവല്ല ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിക്കണമെന്നതാണ്. പാലായിൽ കൺവെൻഷൻ വന്നിരിക്കുന്നതായിട്ടുള്ള വിശ്വാസ സമൂഹമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ വന്ന ഈ 5 ദിവസങ്ങളിലൂടെ ദൈവവചനം കേൾക്കുന്നതിലൂടെ നമുക്ക് ഉറക്കെ പറയുന്നതിനായിട്ട് സാധിക്കണം, ലഹരി വിമുക്തമായുള്ളൊരു പാലയെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട്, ട്രാൻസ്ഫോം ചെയ്യുന്നതിനായിട്ട്, ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം സഹായമായിട്ട് തീരണം. ദൈവം അതിനായിട്ട് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതായിട്ടുള്ള വസ്തുതയാണ്. നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന്
കൊരിന്ത്യർക്കെഴുതിയതായുള്ള 1-ാമത്തെ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസ് നമ്മോട് പറയുന്നുണ്ട്. ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് പഴയ നിയമത്തിൽ നാം നോക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദാനിയേലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്ഷണത്തിലും ജീവിതക്രമത്തിലും ദൈവത്തോടെ വിശ്വസ്തനായിട്ട് പാർത്തു എന്നതിനെ കാണാനായിട്ടിടയാവുന്നത്. ദൈവസന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന ദൈവജനമേ, നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ ജനമാണ്. ദൈവം നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് ദൈവജനം എന്ന് വിശേഷിക്കപ്പെടുന്നതായില്ല നിങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും, എല്ലാ ഭാവങ്ങളിലും, എല്ലാ പെരുമാറ്റങ്ങളിലും, എല്ലാ നോട്ടങ്ങളിലും, അവലോകനങ്ങളിലും എല്ലാം ദൈവത്തിൻ്റേതായിട്ട് മാറ്റപ്പെടുവാനായിട്ട്, കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ്റെ കോണം, സമർപ്പിക്കുവാൻ്റെ കോണം ഇടയായി തീരേണ്ടതായൊരു സാഹചര്യത്തിലേക്കാണ് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ നമ്മളുടെ ബൈബിൾ കൺവെൻഷൻ്റെ പ്രധാന ചിന്താവിഷയമായിട്ട് എടുത്തിരിക്കുന്നതിന് കൃപ അഭിഷേകം എന്നതാണ്. കൃപ ലഭിച്ചവളെ എന്നുള്ള വാക്ക് കേൾക്കുവാൻ്റെ കാരണം മറിയത്തിന് ഇടയായി തീർന്നതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. മറിയ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നതിനായി തന്നെ നൽകിക്കൊടുത്തതായിട്ടുള്ള അവസരം. വിവാഹം നിശ്ചയിക്കപ്പെട്ടതായുള്ളൊരു വ്യക്തിയായിരുന്നു. ജോസഫ് എന്ന തച്ചന് വേണ്ടി വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ചതായുള്ള വ്യക്തി. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും ചിന്താകുലങ്ങളും എല്ലാം ദൈവത്തിലങ്ങ് ഫലമേൽപ്പിക്കുകയാണ്. ഇനിയും ബാക്കിയുള്ളത് ദൈവം ചെയ്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവ വിളിക്ക് എന്നെ തന്നെ സമർപ്പിക്കുക എന്നതാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു, ബാക്കിയുള്ളത് ദൈവം ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവം ജോസഫിനോട് ഉറക്കത്തിൽ സംസാരിക്കുകയും നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്നുള്ളതായുള്ള വാക്ക് പറയുകയും ചെയ്തതായിട്ട് നമ്മെ വായിക്കുന്നുണ്ട്. നിനക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടതായുള്ള മറിയ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായിരിക്കുന്നത്. അതുകൊണ്ട് അവളെക്കുറിച്ച് തെറ്റിദ്ധാരണയൊന്നും ആവശ്യമില്ല. ചേർത്തുകൊള്ളുക എന്ന ദൈവം ആവശ്യപ്പെടുന്നതായുള്ള അവസരത്തിൽ ഉറക്കം ഉണർന്നതായിട്ടുള്ള ജോസഫ് തന്നോട് ഉറക്കത്തിൽ ദൈവം സംസാരിച്ചതായുള്ള വാക്കുകളെ കേട്ട് സ്വീകരിച്ച് അതിൻ പ്രകാരം അനുസരണമുള്ളവനായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. മറിയെ ചേർത്തുകൊണ്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. വിശുദ്ധ മറിയയുമായിട്ട് ബേത്ലഹേമിൽ യാത്ര ചെയ്യുവാൻ്റെ കൊണ്ട് ഇടയായിട്ട് തീരുന്നത് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള മറിയയും കൊണ്ടാണ്. എത്രയോ പ്രയാസകരമായിട്ടുള്ളൊരു യാത്രയാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ളത് തൊട്ടു മുമ്പിൽ നിൽക്കുന്നതായുള്ള സാഹചര്യത്തിൽ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ദൈവം നടത്തിയതായുള്ള വഴികളിലൂടെ, ദൈവം നടത്തിയതായുള്ള വിധങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ്റെ കൊണ്ടിടയാകാണ്. എല്ലാറ്റിലും ദൈവ ഇഷ്ടമാണ് ജീവിതത്തിൽ നിറവേറേണ്ടത് എന്ന് വ്യക്തമായി ശക്തമായി അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിപ്പാനായിട്ട് ശ്രമിക്കുന്നതായുള്ള ഒരാളെ അത്ര നമുക്ക് കാണാനായിട്ടിടയാവുന്നത്. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം മറിയെ ചേർത്തുകൊള്ളുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ താൻ പഠിക്കുന്നതായുള്ളൊരു പാഠമുണ്ട്. എൻ്റെ ജീവിതം ദൈവം സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തിയിരിക്കുന്നതായുള്ള ഈ ജീവിതം മറ്റൊരാൾക്ക് വേണ്ടി ഉള്ളതാണ് എന്നുള്ളതായിട്ടുള്ള സത്യമാണ്. ജീവിതം മറ്റുള്ളവരുമായിട്ട് പങ്കിടുവാനായിട്ടുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള ദൈവജനമേ, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇത് ദൈവത്തിൻ്റേതാണ്. ഈ ജീവിതം ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുവാണ്ടക്കോണം, ദൈവ ഇഷ്ടപ്രകാരം നയിക്കപ്പെടുവാണ്ടക്കോണം ഇടയായിട്ട് തീരുക എന്നത് നാം ആഗ്രഹിക്കേണ്ടതും, അപ്രകാരം കരാറുകൾ കൂടാതെ, പ്രതിഫലേശ കൂടാതെ ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീരുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതമെന്ന് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, ഈ ജീവിതം എപ്പോഴും മറ്റുള്ളവരുമായിട്ട് പങ്കിടുവാനായിട്ടുള്ളത്, മറ്റുള്ളവരെ ശ്രേഷ്ഠം നേടുവാനായിട്ട് എനിക്കിടയായിട്ട് തരണം. മറ്റുള്ളവരുടെ ആവശ്യം എൻ്റെ ആവശ്യമായിട്ട് ഞാൻ കാണണം. അവരുടെ ആവശ്യത്തിൽ എനിക്ക് എങ്ങനെയാണ് തുണയായിട്ട് ഇണയായിട്ടൊക്കെ നിൽക്കുവാൻ കഴിയുന്നത് എന്നത് ചിന്തിപ്പാനായിട്ടിടയാവണം. അപ്രകാരം നമ്മളുടെ ജീവിതവും നമ്മളുടെ സമയവും നമ്മളുടെ കഴിവും നമ്മുടെ താലന്തുകളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിട്ട് കൊടുത്ത് മറ്റുള്ളവരുടെ ജീവിതം ധന്യമാക്കി തീർക്കുവാനായിട്ടിടയാവണം. ഈ ലോകത്തിലേക്ക് താണിറങ്ങി വന്നതായുള്ള കർത്താവായ യേശു ക്രിസ്തു കലവറ കൂടാതെ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കാൽവരി ക്രൂശിൽ അർപ്പിച്ചതായിട്ടുള്ള അവസരത്തിൽ ആ അർപ്പണത്തിലൂടെ നാം കാണുന്നതായിട്ടുള്ള സമർപ്പണം എന്ന് പറയുന്നത് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നതായുള്ള സമർപ്പണം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നാം അർഹതയുള്ളവരല്ല.
നാം ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയതായിട്ടുള്ള സൃഷ്ടികളാണ്. ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയതായുള്ള അവസരത്തിൽ പോലും നമ്മെ അശേഷം തള്ളിക്കളയാതെ തന്നോട് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം താണിറങ്ങി വന്ന് തൻ്റെ ജീവിതത്തെ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തന്നതായുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ക്രിസ്തുവിലുള്ള ഭാവം തന്നെയുള്ളവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ നമുക്കിടയാണ്. അതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ അപ്പോസ്തലനെ പൗലോസ് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ജീവിതം ഒരു ആരാധനയായിട്ട് തീരണം. മീഖാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്കുകൾ നാം വായിക്കുന്നു. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനായിട്ടും ദയാതൽപരനായിരിക്കാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു ദൈവം നിന്നോട് ചോദിക്കുന്നത്? താഴ്മയോടെ നടപ്പാനല്ലാതെ എന്താകുന്നു ദൈവം നിന്നോട് ചോദിക്കുന്നത്? ഒരു നാൾ ഞാനൊരു ഭവന സന്ദർശനം പോയതായിട്ടുള്ള അവസരത്തിൽ ആ ഭവനത്തിലെ ആളുകൾ വായിച്ചുകൊണ്ടിരുന്നതായൊരു പുസ്തകം അവരുടെ ബെഡിൽ കിടക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അതിൻ്റെ ടൈറ്റിൽ ബിയോണ്ട് ലവ് എന്നുള്ളതായുള്ളൊരു ടൈറ്റിലാണ്. ഇതിലേറ്റവും വലിയത് സ്നേഹം തന്നെ എന്നത് കൊരിന്ത്യർക്കെഴുതലായ 1-ാമത്തെ ലേഖനം 13-ാം അധ്യായത്തിലൂടെ അപ്പോസ്തലനെ പൗലോസ് നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്താണ് ബിയോണ്ട് ലവ്? സ്നേഹത്തേക്കാൾ ഉപരിയായിട്ടുള്ളൊരു സ്നേഹമുണ്ടോ? ആ ചോദ്യം എൻ്റെ മനസ്സിൽ തറച്ചതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഈ പുസ്തകം ഒന്ന് വായിക്കാനായിട്ട് ഒരു 2 ആഴ്ചയെങ്കിലും തരണം. അവരത് സന്മനസ്സോടുകൂടി തരികയുണ്ടായി. ഞാനത് പോയി വായിച്ചു. ഈ പറഞ്ഞ പോലെ 2 ആഴ്ചയോളം സമയമെടുത്തത് വായിച്ച് തീർക്കുവാനായിട്ട്. ബിയോണ്ട് ലവ് എന്ന് പറയുന്നതായുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് എഴുത്തുകാരനായുള്ള ഡൊമിനിക് ലാപ്പേറെ എന്ന് പറയുന്നതായുള്ളൊരു മനുഷ്യനാണ്. സിറ്റി ഓഫ് ജോയ് എഴുതിയതും അത് തന്നെയാണ് എന്നത് ഓർക്കുന്നത് നല്ലതാണ്. ഇവിടെ ഈ ബിയോണ്ട് ലവ് എന്നുള്ളതായുള്ള പുസ്തകത്തിൽ കൽക്കട്ടയിലെ കാളിഘട്ടിൽ നടക്കുന്നതായൊരു സംഭവം വിവരിച്ചുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. കൽക്കട്ടയിലെ കാളിഘട്ട് എന്ന് പറയുന്നതായുള്ള സ്ഥലത്ത് ഒരിക്കൽ ബലി നടന്നതായിട്ടുള്ള രംഗമാണ്. അവിടെ ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല. എന്നാൽ അവിടെയാണ് ഇപ്പോൾ പലരും മരിച്ചതായുള്ള ശരീരമൊക്കെ കൊണ്ടുവന്ന് ചിതയിൽ വെച്ച് ഭസ്മമാക്കി ആ ഭസ്മം അടുത്തുള്ളതായുള്ള പുഴയിലേക്കൊക്കെ ഒഴുക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് വിറക് അടുക്കി വയ്ക്കുവാനായിട്ടും വിറക് കൊടുക്കുവാനായിട്ടും സഹായിക്കുവാനായിട്ടുമൊക്കെ അടുത്തുള്ളതായുള്ളൊരു ജന്മിയാണ് അതിൻ്റെ എല്ലാ ചുമതല വഹിച്ചിരുന്നത്. അദ്ദേഹത്തിന് വന്ന് എല്ലാം ചെയ്യാൻ പ്രയാസമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളെ അത് ഏൽപ്പിച്ചു. കൗമാരപ്രായത്തിലുള്ളതായുള്ള മകളെ അത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രാവശ്യം അത് ചെയ്തുകൊണ്ടിരുന്ന് അന്നേ ദിവസം വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ എല്ലാ പണികളെല്ലാം പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങിച്ചെന്നതായിട്ടുള്ള അവസരത്തിൽ അവളുടെ അപ്പൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ മുഖത്തുള്ളതായുള്ള ചുളിവ് കണ്ടതായിട്ടുള്ള അവസരത്തിൽ അപ്പനെ മനസ്സിലായി തൻ്റെ മകൾക്ക് കുഷ്ഠരോഗം പിടിച്ചിരിക്കുന്നു. കുഷ്ഠരോഗത്തിനൊരു പ്രതിവിധിയുണ്ട് എന്ന് അന്നറിയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, വീട്ടിൽ നിന്ന് പുറത്താക്കുക. കുഷ്ഠരോഗം മറ്റുള്ളവർക്ക് വരാതിരിക്കുവാൻ തക്കവണ്ണം. അതുകൊണ്ട് ആ രാത്രിയിൽ തന്നെ അവളെ അടിച്ച് പുറത്താക്കി. എന്തു ചെയ്യും? കൗമാരപ്രായത്തിലുള്ളൊരു യുവതി ഇറങ്ങി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ അവൾ നഗരവീതിയിൽ കൂടിയൊക്കെ നടന്നു. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. എല്ലാവരും അവളെ ഉപയോഗിച്ചതിന് ശേഷം അവളുടെ ശരീരം പിച്ച് ചീന്തിയതായുള്ള നിലയിൽ ഒരോടയിലേക്ക് തള്ളിയിട്ട് വേണ്ടതായുള്ള ആളുകളൊക്കെ പോവുകയുണ്ടായി. രാവിലെ സമയത്താണ് മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് അതുവഴിയായിട്ട് വരുന്നത്. മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാവുന്നവരാകുന്നല്ലോ നിങ്ങളെല്ലാവരും തന്നെ. ക്രൂസിൽ മരിച്ചതായുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ ദർശിച്ചും തൊട്ട് തലോടിയും ആ ഒരു ശക്തി എൻ്റെ എന്നത് ജീവിതത്തിൽ സമാഹരിച്ചും റോഡിലൂടെ യാത്ര ചെയ്യുന്നതായുള്ള ഈ സിസ്റ്റേഴ്സ് ഇപ്രകാരം ഓടയിൽ തള്ളപ്പെട്ടിരിക്കുന്നതായുള്ളൊരു യുവതിയെ കണ്ടതായുള്ള അവസരത്തിൽ അവളെ അവിടെ ഒന്ന് പൊക്കിയെടുത്തു. തൻ്റെ ഭവനത്തിൽ കൊണ്ടുപോകാനായിട്ട് അവർ താല്പര്യപ്പെടുകയും ചെയ്തു. വളരെ വിഷമകരമായുള്ളൊരു രീതിയിലാണ് ഇവളുടെ ജീവിതത്തെ പിന്നീട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടിടയായത്. ആ അവസരത്തിലൊക്കെ ഉണ്ടാകുന്നൊരു ട്രോമ എന്ന് പറയുന്നത് എത്രയോ അധികമാണ്, എത്രയോ ഭയാനകമാണ്. ജീവിതത്തെക്കുറിച്ച് ഒരു വെറുപ്പ് തോന്നുന്നതായുള്ള സാഹചര്യത്തിൽ പറ്റുമായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിനായിട്ട് ശ്രമിച്ചേനെ. എന്നാൽ ഇപ്പോൾ ഇതാ സിസ്റ്റേഴ്സ് തങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്.
ദൈവത്തിൻ്റെ സ്നേഹം എന്ത് എന്നത് അവളെ കാണിച്ചു കൊടുക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ സംബന്ധിപ്പാനായിട്ട് ഇടയാക്കിയെന്ന് മാത്രമല്ല, അവൾക്ക് വേണ്ടതായുള്ള കൗൺസിലിംഗ് കൊടുത്തു. അവളുടെ സങ്കടങ്ങളിൽ നിന്ന്, അവളുടെ ഭയത്തിൽ നിന്ന് ഒക്കെ അവളെ വിടുവിച്ചു. ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ എപ്പോഴും കേൾപ്പിക്കുന്നതായിട്ടുള്ളതാണ്. വേദപുസ്തകം നമ്മൾ പറയുന്നതായിട്ടുള്ളതാണ്. ക്രിസ്മസിൻ്റെ കാലയളവിൽ നാം വീണ്ടും വീണ്ടും കേൾക്കുന്നതായുള്ളൊരു വാക്കുകൂടിയാണ് ഭയപ്പെടേണ്ട എന്നത്. അതുകൊണ്ട് നിർഭയമായിട്ട് വസിക്കുവാൻ്റെ കോണം അവിടെ ഒരു ഇടം നൽകിയപ്പോൾ അവളെ പതുക്കെ പതുക്കെ അവളുടെ പ്രയാസങ്ങളിലൊക്കെ വിടുതൽ പ്രാപിച്ച് ഒരു നോർമലായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തീരുന്നതിനിടയായിട്ട് തോന്നുന്നു. അപ്പോൾ അവൾ തൻ്റെ ആഗ്രഹം അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെപ്പോലെ ഈ ഭവനത്തിൽ തന്നെ പാർക്കണം, നിങ്ങളെപ്പോലെ ഒരാളായിട്ട് തീരണം, നിങ്ങളെപ്പോലെ പ്രാർത്ഥിക്കണം, നിങ്ങളെപ്പോലെ നമസ്കരിക്കുന്നതിനായിട്ടൊക്കെ ഇടയാവണം. അവൾ അപ്രകാരമൊക്കെ ആയി തോന്നുന്നു. വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയട്ടെ, അവളൊരു കന്യാസ്ത്രീയായിട്ട് മാറി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല കോണ്ടിനെൻസിൽ, ഭൂപ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്ത് എന്താണ് സുവിശേഷം എന്നത് എല്ലാവരോടും പറയുവാൻ്റെ കോണം ഇടയായിട്ട് തോന്നുന്നു. സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകൾ അനുഷ്ഠിക്കുവാനും അവൾക്ക് ഇടയായിട്ട് തോന്നും. അങ്ങനെ ഇടയായി തീർന്നതായിട്ടുള്ള ആ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ് ബിയോണ്ട് ലവ് എന്ന് പറയുന്നത്. നമുക്ക് എത്രമാത്രമാണ് ഒരാളെ സ്നേഹിപ്പാനായിട്ട് കഴിയുന്നത്? നമുക്ക് അപരിചിതരായിട്ടുള്ള ആളുകൾ, നമുക്ക് ശത്രുക്കളായിട്ടുള്ള ആളുകൾ, നമുക്ക് ദോഷം ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ദിനംതോറും നാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ എങ്ങനെയാണ് അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് ഇടയാവുന്നത്? ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിന്. ക്രിസ്തുവിൻ്റെ ചുവടടികളെ പിന്തുടരുന്നതായുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകണം എന്നതാണ്. അതുകൊണ്ട് ജീവിതത്തെ സമർപ്പിപ്പീൻ എന്നത് ഈ ഭാഗത്തെ നാം ധ്യാനിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഓർക്കുക, ഇത് സാധ്യമായിട്ട് തീരുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടും പരിശുദ്ധാത്മ നിറവ് കൊണ്ടുമാണ്. ആ കൃപയുടെ ഒരു അഭിഷേകമാണ് ഈ ദിവസങ്ങളിലൂടെ നമുക്ക് ലഭ്യമായിട്ട് തീർന്നിരിക്കുന്നത് എന്നത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. സാമുവേൽ പ്രവാചകൻ ശൗലിനോട്, രാജാവായിട്ടുള്ള ശൗലിനോട് പറയുന്നുണ്ട്, യാഗത്തേക്കാൾ അനുസരണമാണ് നല്ലത് എന്നത്. ദൈവത്തെ അനുസരിക്കുവാനായിട്ട് സാധിക്കുമോ? ദിനംതോറും ദൈവവുമായിട്ട് സംസാരിക്കുന്നതായുള്ള നാം ഓരോരുത്തരും പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ ദൈവസംസർഗം അനുഭവിക്കുന്നതായുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മോട് പറയുന്നതൊന്ന് കേൾക്കുവാനായിട്ട് കഴിയുമോ? ദൈവത്തിന് ഈ ലോകത്തെക്കുറിച്ചുള്ള വിചാരപ്പെടലാണ് ക്രിസ്മസ് എന്നത് നമ്മളുടെ ഒരു ആൾ എഴുതിയതായുള്ള പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായുള്ള വസ്തുത. ദൈവത്തിന് ഈ ലോകത്തെക്കുറിച്ചുള്ള വിചാരപ്പെടലാണ് ക്രിസ്മസിലൂടെ നമുക്ക് കാണുവാനായിട്ടിടയാവുന്നത്. എങ്കിൽ ദൈവം നമ്മോട് പറയുന്നത് നീ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്നതാണ്. എപ്പോഴും പക്ഷപാത രോഗിയായിട്ട് കിടന്നതായിട്ടൊരു മനുഷ്യൻ 4 ആളുകൾ താല്പര്യപ്പെട്ടത് കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരുവാനായിട്ടിടയായിരുന്നതായുള്ള ഒരാൾ യേശുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് മകനെ നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാക്ക് കേൾക്കുവാൻ മാത്രമല്ല ഇടയാവുന്നത്. കർത്താവ് അവനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകാം. എഴുന്നേക്കാൻ ഒരു രീതിയിലും സാധിക്കാതെ കിടപ്പിലായിരുന്നതായുള്ള മനുഷ്യന് പറയുന്നത് എഴുന്നേൽക്കണം. ഇന്ന് ഈ വാക്കുകൾ തന്നെ ദൈവം നമ്മോട് പറയുന്നുണ്ട്, റൈസ് റൈസ്, എഴുന്നേൽറ്റ് ദൈവത്തിൻ്റെ ജീവിതത്തിലേക്ക്, ദൈവം തന്നെ നയിക്കുന്നതായിട്ടുള്ള ജീവിതത്തിലേക്ക് നീങ്ങുക എന്ന് പറയുന്നതായിട്ടുള്ള ദൈവശബ്ദം കേൾക്കുവാൻ ഈ കൺവെൻഷനിലൂടെ നമുക്ക് സാധ്യമായിട്ട് തീരണം. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നാം ദേവാലയത്തിലല്ല പാർക്കുന്നത്. ദിനംതോറും നാം ഏർപ്പെടുന്നതായുള്ള ദൈനംദിന കാര്യങ്ങളിലൊക്കെ നാം ഏർപ്പെടുകയും അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതായുള്ള അവസരങ്ങളിലെല്ലാം ദൈവം എല്ലായിടത്തുമുണ്ട്, നമ്മോടുകൂടി ഉണ്ട് എന്നത് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി ദൈവത്തിൽ വസിക്കുന്നതിനായിട്ടും, ദൈവത്തിൽ വസിക്കുന്നു എന്നത് മറ്റുള്ളവരെന്ന് അറിയുന്നതിനായിട്ടും, ആ ദൈവത്തെ മറ്റുള്ളവർക്ക് നൽകി കൊടുക്കുന്നതിനായിട്ടും ഈ ദൈവം നമ്മെ എല്ലാം ചേർത്ത് നിർത്തുന്നതായുള്ളൊരു ദൈവമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലിയതാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിനായിട്ടും നമുക്ക് സാധ്യമായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ളതിനെ തിരഞ്ഞെടുക്കുവാനായിട്ടാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. 2 സാധ്യതകളാണ് നമ്മുടെ മുമ്പാകെയുള്ളത്. ഒന്നിൽ ലോകത്തിൻ്റെ വഴികളിൽ യാത്ര ചെയ്യുന്നതിനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റേതായുള്ള വഴികളിൽ നടക്കുന്നതിനായിട്ട് ഇടയാവണം. ഏതാണ് ജീവിതത്തിൽ തിരഞ്ഞെടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്?
ഒരു ദിവസത്തെ ജോലിയെല്ലാം കഴിഞ്ഞതായുള്ള ഒരു ടാക്സി ഡ്രൈവർ, ന്യൂയോർക്കിലാണ്, അമേരിക്കയിലാണ്. അദ്ദേഹം മടങ്ങി വീട്ടിലേക്ക് പോകാമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതായുള്ള അവസരത്തിൽ ഒരു കോൾ വന്ന് സഹായിക്കണം, എൻ്റെ ഇന്നടത്ത് വരെ പോകണം. അദ്ദേഹം ആ വീട്ടിൻ്റെ അടുത്ത് ചെന്നു. പല പ്രാവശ്യം ഹോണൊക്കെ അടിച്ച് ആരെങ്കിലും വീട്ടിന് പുറത്ത് വരുമോ എന്ന് നോക്കി, ആരും വന്നില്ല. എന്നാലങ്ങ് പൊയ്ക്കളയാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം രണ്ടാമത് ചിന്തിച്ചു, ഒന്ന് ഇറങ്ങിച്ചെന്ന് വാതിക്കൽ ചെന്നൊന്ന് മുട്ടിയാലോ. അങ്ങനെ അദ്ദേഹം ചെന്ന് വാതിക്കൽ മുട്ടിയപ്പോൾ അകത്തുനിന്നൊരു ശബ്ദം, പോകരുത് പോകരുത്. ആ ശബ്ദം കേട്ടതുകൊണ്ട് ആരാണ് വാതിൽ തുറക്കുവാൻ പോകുന്നത് എന്നത് ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ബന്ധപ്പെട്ട് ഒരു പെട്ടി വലിച്ചുകൊണ്ട് വരുന്നതായുള്ളൊരു വൃത്തിയായിട്ടുള്ള സ്ത്രീയാണ് കാണാനായിട്ടിടയായത്. അവരെ വാതിൽ തുറന്നതിന് ശേഷം പറഞ്ഞു, മോനെ, എനിക്ക് നടക്കാൻ പ്രയാസമുണ്ട്, എനിക്ക് ഈ പെട്ടി എടുക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പെട്ടി കാറിലോട്ട് എടുത്തു വെച്ച് എന്നെ സഹായിക്കണം. അദ്ദേഹം അത് സന്തോഷത്തോടുകൂടി ചെയ്തു. ടാക്സി ഡ്രൈവറല്ലേ, സന്തോഷത്തോടുകൂടി ചെയ്തു. അപ്പോൾ ചോദിച്ചു, നിനക്ക് എവിടെയാണ് പോകാനായിട്ടുള്ളത്? അവർക്ക് പോകേണ്ടതായില്ല അടുത്തുള്ള ഒരു മന്ദിരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ആ സ്ഥലം വളരെ അടുത്താണല്ലോ, അധികം ദൂരമൊന്നും യാത്ര ചെയ്യേണ്ടതായുള്ള ആവശ്യകതയില്ലല്ലോ, അവിടെയൊക്കെ പെട്ടെന്ന് പോകുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ പറഞ്ഞു, മോനെ, എനിക്കങ്ങനെയല്ല, എനിക്ക് ഈ നഗരമൊക്കെ ഈ രാത്രിയിൽ നിന്ന് ചുറ്റി നടന്ന് കാണണം, അതിനുശേഷം മന്ദിരത്തിൽ കൊണ്ടുവിട്ടാൽ മതി. ഞാൻ അധികം നാൾ ജീവിക്കുകയില്ല എന്ന് ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എൻ്റെ ഒരു അവസാനത്തെ ഒരു ആഗ്രഹമാണ്, ഈ നഗരമൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് കാണണം. സമ്മതിച്ചു. അതിന് പ്രകാരം വണ്ടിയിൽ കയറ്റിയിരുത്തി. അവരെ പുറകിലത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. മുന്നിലത്തെ സീറ്റിൽ ടാക്സി ഡ്രൈവർ. കണ്ണാടിയിലൂടെ പുറകിലിരിക്കുന്നതായ ആളിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിനായിട്ട് ഡ്രൈവർക്ക് സാധിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടിയൊക്കെ താഴ്ത്തി ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കാണുകയാണ്. ഇത് ടാക്സി ഡ്രൈവറെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അവസരത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് അമ്മ പറയുന്നതിനായിട്ട് തുടങ്ങി, മോനെ, ഇത് ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് ജീവിച്ചതായുള്ള സ്ഥലമാണ്. കുറച്ച് കഴിഞ്ഞ അവസരത്തിൽ പറഞ്ഞു, ഞാൻ ഇവിടെയാണ് ജോലി ചെയ്തത്. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ഞാൻ ഇവിടെയാണ് നൃത്തം പഠിച്ചത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് കേട്ടതായുള്ള ടാക്സി ഡ്രൈവർ മനസ്സിലാക്കി, ഇനിയും വലിയ രക്ഷയൊന്നുമില്ല. അതുകൊണ്ട് ഈ ഓടിക്കൊണ്ടിരുന്നതായുള്ള മീറ്ററൊക്കെ അങ്ങ് നിർത്തിയതിന് ശേഷം അമ്മയ്ക്ക് ഇനി എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയെല്ലാം കൊണ്ടുപോയി അവസാനം ക്ഷീണിച്ചതായുള്ള അവസരത്തിൽ നമുക്കിനി മന്ദിരത്തിൽ പോകാം. മന്ദിരത്തിൽ ചെന്ന അവസരത്തിൽ അവരെ സ്വീകരിക്കുവാനായിട്ട് വീൽ ചെയറുണ്ട്, അവരെ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ആളുകളുണ്ട്. അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള അവസരത്തിൽ വീൽ ചെയറിലിരുന്നതായിട്ടുള്ള അമ്മ ചോദിച്ചു, മോനെ, ഈ രാത്രിയിലെല്ലാം കൂടെ ഓടിയിട്ട് എല്ലാം കൂടെ എത്രയായി? അദ്ദേഹം പറഞ്ഞു, മീറ്റർ വർക്ക് ചെയ്യുന്നില്ല, മീറ്റർ ഞാൻ നിർത്തിയിരിക്കുകയാണ്. ചെന്നിട്ട് അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. അമ്മയും അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ചു. ഈ ഒരു വലിയ ആലിംഗനം അവരെ ഒന്നാക്കി തീർത്തു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുപോലൊരു അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും അമ്മ അതുപോലെ തന്നെ എനിക്ക് ഇതുപോലുള്ളതായുള്ളൊരു ഉപകാരം ആരും ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. അവർ തമ്മിലുള്ളതായുള്ള ആ വലിയൊരു ബന്ധത്തിലൂടെ രണ്ടുപേരും ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടിടയാണ്. ഒരാൾ അമ്മയെ കണ്ടതായുള്ള അവസരം, അമ്മ മകനെ കണ്ടതായുള്ള അവസരം. ഇപ്രകാരമുള്ള എത്രയോ അനുഭവങ്ങളിലൂടെയാണ് നമ്മളുടെയൊക്കെ സ്നേഹിതരെ കടത്തിക്കൊണ്ടുപോകുവാനായിട്ട് നമുക്കിടയാവുന്നത്. സാധാരണ ജീവിത രംഗങ്ങളിലൊക്കെ നാം പറയുന്നതായുള്ള രംഗങ്ങളിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്, ആ ആളിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച്, ആ ആളിനെ നോക്കി ഒന്ന് കൈ കാണിച്ച്, ആ ആളിനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞ്, ആ ആളിനെ കേൾക്കുന്നതിനായിട്ട് ഒരല്പസമയം കൊടുത്ത്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സാധാരണമായിട്ടുള്ള ലളിതമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മാർത്തമാ സഭയിൽ കാര്യം ചെയ്തതായുള്ള പത്മശ്രീ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി ഒരു പ്രാവശ്യം മാരാമണ്ണ താമസിക്കുമ്പോൾ തൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വിരമിച്ച് മാരാമണ്ണുള്ള ഭവനത്തിൽ പോയി പാർക്കുന്നതായുള്ള അവസരത്തിൽ അവിടെയുള്ള ആളുകളൊക്കെ തിരുമേനിയെ കാണുവാനായിട്ട് വരുന്നത് സർവ്വസാധാരണമായിരുന്നു. ഒരു പ്രാവശ്യം ആ നിയോജക മണ്ഡലത്തിലുണ്ടായിരുന്ന അന്നത്തെ MLA ആയിരുന്ന ഇന്നത്തെ മിനിസ്റ്ററായിരിക്കുന്ന വീണ ജോർജാണ് വന്നത്. വീണ ജോർജിനോട് തിരുമേനി ചോദിച്ചു, നിങ്ങളുടെ ഈ നിയോജക മണ്ഡലത്തിൽ രാത്രിയിൽ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുന്നതായിട്ട് എത്ര പേരുണ്ടെന്നറിയാമോ?
താൻ സ്മാർട്ടായിട്ട് വേണമല്ലോ കാര്യം പറയാൻ. അതുകൊണ്ട് ആ വാക്കുകൾ കേട്ട അവസരം പറഞ്ഞു, ഇവിടെ ആരുമില്ല, എല്ലാവർക്കും നല്ല ഭക്ഷണമാണ്, ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തിരുമേനിയാണല്ലോ ഈ ചോദ്യം ചോദിച്ചത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വീണ ജോർജ് തൻ്റെ നിയോജക മണ്ഡലത്തിൽ എത്ര പേര് അങ്ങനെയുള്ളവരുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമം നടത്തി. ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അവർ കണ്ടുപിടിച്ചു 7 പേരുണ്ട്. 7 ഭവനങ്ങളിൽ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായിട്ടില്ലാതെ കിടന്നുറങ്ങേണ്ടി വരുന്നതായുള്ള സാഹചര്യമുണ്ട് എന്ന് കണ്ടെത്തുകയുണ്ടായി. ഒന്നുമില്ല എന്ന് നാം പറയുന്നതായുള്ള സാഹചര്യത്തിൽ നമ്മുടെ സാധാരണ ജീവിത സംരംഭത്തിൽ തന്നെ നമ്മുടെ കൂടെ നടക്കുന്നതായിട്ടുള്ള ആളുകൾ എത്രയോ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒന്നെ ചിരിക്കുവാനായിട്ട്, ഒരു ഗുഡ് മോർണിംഗ് പറയുവാനായിട്ട്, ഒന്നെ ചേർത്ത് നിർത്തുവാനായിട്ട്, ഒന്ന് സഹായിക്കുവാനായിട്ട് കഴിയുന്നതാത്ത എത്രയോ രംഗങ്ങളാണ് ദൈവം തമ്പുരാൻ നമുക്ക് ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ദൈവത്തോടൊന്നിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ ദൈവസ്ഥനിൽ സമർപ്പിതരായിട്ടുള്ള ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട് തീരും എന്നത് മനസ്സിലാക്കേണ്ടത് ആവശ്യമത്രേ. വീണ്ടും വിചാരമില്ലാതെ അനുരൂപരാകുന്നത് ആത്മീയമായിട്ടുള്ള വക്രതയായിട്ട് ഭവിക്കും എന്നതുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാണ് ചെയ്യേണ്ടത്, ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ആ ദൈവവചനമാണ് ഈ ദിവസങ്ങളിൽ കേൾക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിൻ്റേതായുള്ള വചനം നന്മയുടേതായിട്ടുള്ള വചനമാണ്, പൂർണ്ണതയുടേതായിട്ടുള്ള വചനമാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ആവശ്യമാണ് ദൈവം നമ്മുടെ ഈ കൺവെൻഷനിലൂടെ ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കൊന്നും അഭിമാനിക്കുവാനായിട്ടില്ല, നമുക്കൊന്നും ദൈവത്തിന് മുമ്പാകെ പറയുന്നതിനായിട്ടില്ല. നീചയായിട്ടുള്ള, നികൃഷ്ടയായിട്ടുള്ള, എളിയ ജീവിതം നയിക്കുന്നതായിട്ടുള്ള എൻ്റെ ജീവിതത്തെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നതായുള്ള സാഹചര്യം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്, നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നത്, നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടുവാൻ കൊണ്ടിടയാവുന്നത്. ഒരു സമൂഹത്തിന് തന്നെ ഒരു പുനർനിർമ്മാണം സാധ്യമായിട്ട് തീരുന്നത്. അപ്രകാരമുള്ളൊരു ട്രാൻസ്ഫർമേഷൻ ജീവിതത്തിലുളവാകുവാനായിട്ടാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് എന്നത് ഈ അവസരം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അപ്രകാരമുള്ള അനുഗ്രഹീതമായുള്ള ജീവിതം നയിക്കുന്നതിനായിട്ട് ഈ വചന കേൾവി നമ്മെ എല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ വിളിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചു. എന്നെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്നതായാലും നിങ്ങളോട് എല്ലാവരോടും എൻ്റെ സന്തോഷം അറിയിച്ചു. ദൈവം ഈ കൺവെൻഷനെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയായിട്ട് തീരട്ടെ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ